കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത് ഒരു OTT റിലീസായി എത്തിയിട്ടുള്ള ഒരു ഭരതനാട്യം എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കുറച്ച് ഫൺ മൊമെൻറ്റ്സും ചില ഇമോഷൻസും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡീസൻറ്റ് വാച്ച് മൂവിയാണ് ഭരതനാട്യം. ഞാൻ പറഞ്ഞ പോലെ ഒരു ത്രൂഔട്ട് ഒരു വളരെ ലൈറ്റായി എടുക്കാവുന്ന, നമുക്ക് വെറുതെ ചുമ്മാ ഇരുന്ന് ജസ്റ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ലാഗില്ലാതെ ബോറടിക്കാതെ ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ് ഭരതനാട്യം. ഈ സിനിമയിൽ സ്റ്റോറി എന്ന് പറയുന്നത്, നമ്മൾ ബാലേട്ടൻ സിനിമ കണ്ടിട്ടുണ്ടാവും. ബാലേട്ടനിൽ മരം അടുത്ത് കിടക്കുമ്പോൾ നെടുമുടി ചേട്ടൻ പറയുന്ന ഒരു ഇതുണ്ട്, എനിക്ക് നിങ്ങളെ കൂടുതൽ വേറൊരു കുടുംബം ഉണ്ട് എന്ന് പറയും. അത് ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാനും തന്നെ ചിന്തിച്ചിട്ടുണ്ട്. എങ്ങനെ അയാൾ മരിക്കാതെ ഇരുന്നാണ് ഇത് എല്ലാവരും അറിയുകയും ചെയ്യും. അതിൽ മോഹൻലാൽ മാത്രമേ അറിയുള്ളൂ, ഇവിടെ ഫാമിലിയൊക്കെ അറിയും. മറ്റൊരു കുടുംബം ഉണ്ടെന്ന് സായികുമാറിന് അറിയുന്നു, അത് മറച്ചു വെക്കാൻ നോക്കുന്നു. പക്ഷേ പുള്ളി റിക്കവറായി വരികയും ചെയ്യുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു മാനസികാവസ്ഥയുണ്ട്, അത് ഒരു ഹ്യൂമറസ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ടൊരു ലാഫ് ആൻഡ് ലൗഡ് അല്ല, പക്ഷേ ഒരു ലൈറ്റായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ മാനറിസംസ് ഒക്കെ കൊണ്ട് നല്ല രസമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയിൽ സൈജു കുറുപ്പാണ് ചിത്രത്തിൻ്റെ ഒരു ലീഡ് ചെയ്തിരിക്കുന്നത്. പുള്ളി അപ്പോൾ നാട്ടുകാർ ഇത് അറിയാനും പറ്റില്ല, അങ്ങനെ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ സായികുമാർ ഏട്ടൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു നല്ലൊരു രസകരമായ റോള്. പുള്ളിയുടെ നിസ്സഹായാവസ്ഥ, പുള്ളിയുടെ മുഖത്തെ ഭാവങ്ങളിൽ നിന്ന് തന്നെ പുള്ളി അധികം നല്ല ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ കലാരഞ്ജിനി ചേച്ചി ആയാലും ആള് നന്നായി ഹ്യൂമർ എന്തായാലും ചെയ്യുന്ന ആളാണ്. കാരണം ആ ഫാമിലിനെ നമുക്കറിയാം. അപ്പോൾ ആളിനെ കറക്റ്റായി യൂസ് ചെയ്തില്ല. എനിക്ക് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ ഓർമ്മ വന്നു, ചില മാനറസൊക്കെ കണ്ടപ്പോൾ അതിനെ എടുത്ത് കാണിക്കത്ത ഒരു സംഭവമുണ്ട്. ശാന്തി നിലയം നല്ലൊരു റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് അതിലെല്ലാവരും അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ട് പോയിരുന്നു. പക്ഷേ ലാസ്റ്റത്തെ മോനായി ചെയ്ത പുള്ളിയിലെ ഡബിൾ റോൾ വരുന്ന പുള്ളിയുടെ ഒരു മാത്രം എനിക്ക് കുറച്ചൊരു പെർഫോമൻസിലൊരു ഡൗൺ ആയിട്ട് തോന്നിയത് ആകെ അത് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ നമ്മളൊരു എൻ്റർടൈനർ എന്ന രീതിയിൽ ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് മൂവിയാണ് ഭരതനാട്യം എന്ന് പറയുന്ന ഈ സിനിമ. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നും ഇതുണ്ട്. പിന്നീട് വളരെ ഭയങ്കര മെലോ ഡ്രാമാറ്റിക് ഒന്നും ആക്കിയിട്ടില്ല. അതിൻ്റെ അവസാനം വരുന്ന ചില ഇമോഷൻസ് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് ഇമോഷൻസ് മാത്രം കാണിച്ചുകൊണ്ട് നല്ലൊരു സിനിമയാണ് ഭരതനാട്യം. അപ്പോൾ പോയി കാണുക, ഒരു അത്യാവശ്യം നല്ല വാച്ച് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ബൈ.